അശ്വതി അശ്വതി കുറെ നേരമായില്ലോ തുടങ്ങിയിട്ട് നമ്മളിവിടെ ലൈവ് റിപ്പോർട്ടിങ്ങിന് വിട്ടതാ. ഞാൻ നോക്കുമ്പോ ആളെ കാണില്ലേ, തപ്പി നടക്കുക. ഞാൻ ചോദിക്കട്ടെ, ഞാനിങ്ങനെ വിചാരിക്കുന്നത് ഇവരൊരു ടീം അപ്പുറത്ത് വേറൊരു ടീം അങ്ങനെ വിചാരിച്ചോണ്ടിരിക്കുക. ഇവരോട് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായി അത് ഞങ്ങളുടെ ആളാന്ന് പറയുന്നത്. അതായത് ഇവിടെ വന്നു കഴിഞ്ഞാലേ കാഴ്ച കണ്ട് മറന്നുപോകും, പരിസരം മറന്നുപോകും. സത്യം ആരോട് ചോദിക്കണം നമ്മൾ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുറെ പേരെ കണ്ടില്ലേ. ഇതില് തുടക്കക്കാരനുണ്ട്, 2 വർഷമായിട്ടുള്ളൂ സുധി അല്ലേ. ഭയങ്കര ചെറിയ ടെൻഷൻ ഉണ്ട് സുധിക്ക്. 2 വർഷമായിട്ടുള്ള ഈ ഫീൽഡിലേക്ക് വന്നിട്ട് ആദ്യം പെർഫോം ചെയ്തത് വർക്കലയായിരുന്നു. അവിടെ എന്തായിട്ടായിരുന്നു? അവിടെ മുരുകനായിരുന്നു കേട്ടോ, സ്ഥിരം മുരുകനാണ്. ഇത്തവണ ഡാൻസിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ സ്റ്റെപ്പൊക്കെ പഠിച്ചോ? ഘോഷയാത്രയിൽ എങ്ങനെയാ ഡാൻസ് ചെയ്യാൻ പോകുന്നത്? എങ്ങനെയാ ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാ ചെയ്യാൻ ഉദ്ദേശിക്കണേന്ന് അതൊക്കെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. സുധി ഈ ഡ്രസ്സ് ഇട്ടിട്ട് ആദ്യമായിട്ടാണോ ഇങ്ങനത്തെ ഒരു വേഷത്തിലും? ഇത് എന്താ പറയാ? മിറർ. മിറർ കണ്ണാടിന്റെ മുന്നിൽ നിന്ന് കളിക്കാന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയൊന്നുമില്ലല്ലോ, ബോർഡ് ഉണ്ട് അതിന്റെ പുറകിൽ നിൽക്കാം. അപ്പൊ ഞാൻ ഇത് എങ്ങനെയാ നമ്മുടെ സ്റ്റെപ്പ് ഒക്കെ പഠിക്കുന്നത്? നമ്മുടെ പുതിയ ട്രെൻഡിനനുസരിച്ച് എല്ലാവരും മാറുന്നുണ്ട്. നിങ്ങൾ മാറുന്നുണ്ട്? ഞങ്ങൾ മാറുന്നുണ്ട്. സ്റ്റെപ്പ് നല്ല 5 പേര് നിരന്ന് നിന്ന് ഒരേ സമയം കളിച്ചങ്ങ് പോവുക. നമ്മൾ ഇവരൊരു വലിയ ടീമാണ്, 40 പേരടങ്ങുന്ന ഉണ്ട്. അപ്പൊ നമ്മുടെ ആലോചിക്കുന്നത് അശ്വതി, ഞാൻ ഇവിടുന്ന് കാണുമ്പോൾ ദൂരെ നിന്ന് കാണുമ്പോഴേ ആലോചിച്ചത് ഇവരുടെ ഒരു വേഷം അത് അത്ര എളുപ്പം, കാണാൻ നല്ല രസമുണ്ട്. പക്ഷെ ഇവരെങ്ങനെ ഇതിട്ടിരിക്കുന്നത് എന്നുള്ളതായിരുന്നു. ഇത് ആക്ച്വലി ഇത് എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്തത്? അത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് നേരത്തെ, അങ്ങനെ കൊടുക്കുക നമ്മളിങ്ങനെ. ചേട്ടൻ വേറെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, കലാകാരനാണ് മൊത്തത്തിലൊരു. ഇതൊക്കെ സെറ്റ് ചെയ്യുന്നൊക്കെ ഞാനും കൂടെ ചേർന്ന ഇതെല്ലാം ചെയ്യുന്നത്. ആരെ സെലക്ട് ചെയ്യുന്നത്? സെലക്ട് ഞങ്ങൾ തന്നെ, ഞങ്ങളുടെ ചേച്ചിയുണ്ട് ഈ ട്രൂപ്പിന്റെ മാനേജർ. സന്തോഷ് എത്ര കാലമായി? ഞാനിപ്പോ 12 വർഷമായി. 12 വർഷമായി. അവിടെയും 12 വർഷത്തിന്റെ ഒരു എക്സ്പീരിയൻസിന്റെ ഇത് കാണാനുണ്ട് ആ മുഖത്ത്. ഏറ്റവും ഇഷ്ടമുള്ള വേഷം ഏതൊക്കെ? എനിക്ക് ഭദ്രകാളിയുടെ വേഷം, അസുരനെ വധിക്കുന്ന വേഷമാണ് ഞാൻ ചെയ്യുന്നത്. 12 വർഷം ഈ വേഷമാണോ അതോ ഒരു വർഷം ഓരോ വേഷം? 12 വർഷവും നമുക്ക് പിന്നെ ഭദ്രകാളി അസുരനെ വധിച്ച് പെടലിയും കൊണ്ടുവരുന്ന അത്, പിന്നെ മയില്, പിന്നെ മുരുകൻ ഞങ്ങൾ ഫീമെയിലായിട്ടുള്ള മയില്, പിന്നെ അരയന്നം, അങ്ങനെ പല പല വേഷങ്ങൾ. നീല ഭദ്രകാളിയായിട്ട് ഭയങ്കര നാക്കുമൊക്കെ വെച്ച് അത് ഭയങ്കര കയ്യാണ് നമ്മുടെ പുറത്തിരിക്കുന്ന ലൈറ്റും കയ്യും ഒക്കെ ആയിട്ട്. അത് ഇവിടെ അങ്ങും ഇല്ല, നമ്മുടെ സമിതിയിലേ ഉള്ള അതൊരു വെറൈറ്റി കയ്യാണ്. അവകാശവാദം കണ്ടോ? ഇത് വേറൊരിടത്തും ഇല്ല, ഞങ്ങളുടെ സമിതിയിലേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അതത്രേ ഉള്ളൂ. കാരണം ഇനിയുണ്ട് ഇവർക്ക് കാഴ്ച, ഇവരുടെ തന്നെ കാഴ്ചകൾ ഒരുപാടുണ്ടെന്നുള്ളത്. അപ്പൊ നമ്മൾ നീല കണ്ടു, പിങ്ക് കണ്ടു, റെഡ് അല്ലേ, റെഡ് മെറൂൺ കണ്ടു. അപ്പൊ ഇനി ഓറഞ്ചിലേക്ക് കൂടി പോകണ്ടേ, പ്രത്യേകിച്ച് പോകണം. പേരെന്താ? ശിവ. ശിവ എവിടെയാ സ്ഥലം? അമ്പലപ്പുഴ. അമ്പലപ്പുഴ. നിങ്ങൾ എത്ര കാലമായി വരാൻ? ഞാനിപ്പോൾ ഇവിടെ അല്ല മൊത്തത്തിൽ ഒരു 8 കൊല്ലം ആയിക്കണം. അത്തച്ചമയത്തിന് വരുന്നത്? അത്തച്ചമയത്തിന് ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ്. ഇതിന് മുൻപുള്ള വേഷം ഇത് തന്നെയാണോ? മിറർ ആണോ? ഞാൻ കൂടുതലും ദേവി വേഷങ്ങളും അല്ലാത്ത വേറെ വേഷങ്ങളാണ്. ദേവി വേഷങ്ങൾ കെട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. അങ്ങനില്ല, അങ്ങനെ ഇന്ന വേഷമൊന്നുമില്ല, നമ്മളെല്ലാ വേഷവും ചെയ്യും. ഇതാണ് ഞങ്ങളുടെ ഓണർ, അതുകൊണ്ട് ഞങ്ങളുടെ മാഡം ആണ്, അതുകൊണ്ട് പരിചയപ്പെടുത്തണം. ചേച്ചി നമസ്കാരം. തിരുവനന്തപുരംകാരിയാണ്. ഞാൻ തിരുവനന്തപുരംകാരിയാണ്. ഞങ്ങൾ താമര നോക്കിയിരുന്നു. ഇവിടെ താമര അവിടെ സെറ്റ് ചെയ്തോണ്ടിരിക്കുക. താമര സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ. താമര കാണാനുണ്ട്. ചേച്ചിയുടെ ഒരു എക്സ്പീരിയൻസ് എത്ര കൊല്ലത്തെയാണ്? ഞാൻ 11 വർഷമായിട്ട് സമിതി നടത്തുക. ഇവിടെ അത്തച്ചമയത്തിന് ഇത് എത്രാമത്തെ തവണ? ആദ്യത്തെ തവണയാണോ? ഓ, അപ്പൊ ഇവർ ആദ്യത്തെ തവണയാണ് വരുന്നത്. നിങ്ങളുടെ സമിതിക്ക് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഞങ്ങളുടെ സമിതിയിൽ ഒരു 100ഓളം ആൾക്കാരുണ്ട്. ഇപ്പൊ ഇതിവിടെ 15 വേഷമാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾക്കൊരു 65ഓളം വേഷം ഉണ്ട്. പിന്നെ മേളക്കാർ, അങ്ങനെ എല്ലാവരും കൂടെ ഒരു 100ഓളം പേരുണ്ട്. അതെനിക്ക് മനസ്സിലായി. ഈ കാഴ്ച കണ്ടുകൊണ്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത്. ഒലക്കയല്ലാതെ നമ്മൾ നേരത്തെ കണ്ടിരുന്നു. ചേട്ടൻ സംസാരിക്കാൻ അവിടെ സംസാരിക്കുന്ന ആരാണ്? ചേട്ടനോട് സംസാരിക്കണം എന്നുണ്ട്, പക്ഷെ ഇത് എങ്ങനെ ചോദിക്കുന്നതാണ്? ഹലോ ചേട്ടാ, ഞങ്ങൾ പൂർണ്ണ രൂപത്തിലൊന്ന് കാണാൻ വരുമായിരുന്നു. ഇത് ഗംഭീരമായിട്ടുണ്ട്. ഇതിനൊരു ബാലൻസിങ് വേണം. ഇത്രയും അത് കുഴപ്പമില്ല, ഇവരൊക്കെ പരിചയമുള്ള ആൾക്കാരാണ് അത് കെട്ടിയിട്ട്. ഇങ്ങനെ നമ്മളിങ്ങനെ നടക്കുക, ഇതിനെന്തെങ്കിലുമൊക്കെ പ്രത്യേകം പറയാനുണ്ടോ? ഇത് എന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞു തരുമോ? ഞാൻ ചോദിക്കായിരുന്നു, ഒലക്ക പോലെ ഉണ്ട് നമ്മൾ കണ്ടിട്ടുള്ള അതാണല്ലോ, ഒന്ന് പറഞ്ഞു തരാമോ? ഇത് ഉത്തര മലബാറിൽ, ഉത്തര കേരളത്തിൽ കെട്ടിയാടുന്നൊരു തെയ്യാണ്. ഇത് അവിടെ ഒരു മലയ സമുദായത്തിലുള്ള ആൾക്കാർ മാത്രമാണ് കെട്ടിയാടുന്നത്. പക്ഷെ ഇവിടെ നമ്മളങ്ങനെ ആചാരം കെട്ടുന്നത്. അവിടെ അവരങ്ങനെ സമുദായത്തിലോട് മാത്രം കെട്ടാറുള്ളൂ. അവിടെ കളർഫുൾ ആയിട്ടുള്ള ആളുണ്ട്. ഇത് എവിടെ ഫ്രെയിം വെച്ചാലും ഗംഭീര കാഴ്ചകളാണ് കേട്ടോ ഇവിടെ കാണാൻ പറ്റുന്ന. ശ്രുതി, എനിക്ക് ഒരിടത്തുനിന്ന് ഒരിടത്തേക്ക് ഓടാൻ തോന്നുന്നുണ്ട്. വാ, ഇതെല്ലാവരും സംസാരിക്കുന്നവരുമാണ് കേട്ടോ. ഫോട്ടോ എടുപ്പിന്റെ മേളാണ് നടക്കുന്നത്. അവിടെ നോക്കി എന്തൊരു ഭംഗിയുള്ള കാഴ്ചയാണ് നോക്ക്, അത് നോക്ക്. കഥകളി സ്ത്രീവേഷമാണ്, പച്ചയുണ്ട്. അവർ ഗംഭീരമായിട്ട് എത്ര സമയം കൊണ്ടായിരിക്കും അവരിത് എഴുതി തീർന്നതെന്നുള്ളതാണ്. ആ പ്രണയഭാവമാണ് നമ്മൾ കാണുന്നത്. ശ്രുതി, പ്രണയത്തെക്കുറിച്ച് പറയാൻ തോന്നുന്നുണ്ടോ?
ഇപ്പൊ പറയണ അവരെ കൊണ്ട് പറയിപ്പിക്കുന്നതായിരിക്കും നല്ലത്. സുന്ദരിയായിട്ടിരിക്കുന്ന നോക്കിയേ. ഹലോ, ആദ്യം തന്നെ പറയട്ടെ, ഭയങ്കര നല്ല മേക്കപ്പ്, നല്ല രസമുണ്ട് കാണാന്, ഭംഗിയായിട്ടുണ്ട്. പേര് പറയോ? പേര് തേജസ്. തേജസ്. തേജസ് എത്ര വർഷമായി? ഒരു 2 വർഷമായി. 2 വർഷമായി. ഇത് ഇപ്പൊ ഫോട്ടോ എടുത്ത് കുറെ പേര് വന്നിട്ടല്ലേ, ഇതിനി ഇത് അവസാനിക്കണവരെ ഇതുണ്ടാവൂല്ലേ? ഒരുപാട് പേര് ഫോട്ടോ എടുക്കും. സന്തോഷാണോ? സന്തോഷാണ്. നിങ്ങളുടെ ഫോട്ടോസ്, ഇവരുടെ ഫോട്ടോസ് നിങ്ങൾ പിന്നീട് എപ്പോഴെങ്കിലും ഇങ്ങനെ വന്ന് കണ്ടിട്ടുണ്ടോ? ഞങ്ങൾക്ക് ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഞങ്ങൾ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് എക്സ്പീരിയൻസ്. ഡൈനിങ് ഹാളിൽ അപ്പൊ എന്താ 5 പേരുടെ ഫോട്ടോസ് ഗ്രൂപ്പായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഓ ആണോ? എത്ര വർഷമായി ഇപ്പോ ഇങ്ങനെ? ഞാനൊരു 5-6 വർഷമായി. 5-6 വർഷമായി. ഇത് തന്നെയാണ് കെട്ടാറ്? ഈ വേഷം ചെയ്തിട്ട് 5 മുന്നായിട്ട് കുറെ. എന്ത് വേഷമായിരുന്നു? കരിങ്കാളി, വട്ടമുടി, വന്തക്കാളി അങ്ങനെ ആയിട്ട്. കരിങ്കാളിയൊക്കെ ചെയ്യുന്നുണ്ട്. ചേട്ടൻ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നുന്നത് എന്തായി കെട്ടുമ്പോ? ഇപ്പത്തായിട്ട് തോന്നുന്നു. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ, അടിപൊളി. എത്ര സമയം എടുത്തു നമ്മുടെ മേക്കപ്പ്? ഞങ്ങൾ പുലർച്ചെ 4 മണിക്ക് തുടങ്ങിയതാണ്. അപ്പൊ നമ്മള് ഡാൻസ് ഉണ്ടോ അതോ നിങ്ങളുടെ ഇപ്പൊ നിങ്ങൾ കാണിച്ച പോസ്? ഘോഷയാത്രയാണ്. അതില് നമ്മൾ നടന്നു പോകുമ്പോ ഈ ഇപ്പൊ കാണിച്ച പോസ് ഒക്കെ ഇടണ്ടോ? ചെയ്യാറുണ്ട്. പിന്നെ ഞങ്ങൾക്ക് തെയ്യത്തിന്റെ സ്റ്റെപ്പ് ഉണ്ട്, അത് കളിച്ചു പോകും. എന്താണ് സ്റ്റെപ്പ്? അത് നമ്മള് ചട്ടക്കൊപ്പം. എന്തായാലും വിളിക്കാത്തൊരു അതിഥി വന്നിട്ടുണ്ട്. മഴ അടിപൊളിയായിട്ട് പെയ്യുന്നുണ്ട്. ഇനി അടിപൊളിയായിട്ട് മഴ പെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളെ ഈ പ്രണയഭാവം പറഞ്ഞല്ലോ, അപ്പൊ നമുക്ക് രൗദ്രഭാവത്തെയും കൂടി കാണണ്ടേ? പുറകിലുണ്ടോ? ഒന്ന് പുറകെ നോക്കിയേ. ദേ ഇവിടെ. ഹലോ, പേടിയാവുന്നു. ഗംഭീര മേക്കപ്പ് ആണ് കേട്ടോ. ഓക്കെ, എത്ര കാലമായിട്ടുണ്ട്? പേരെന്താണ്? എന്റെ പേര് കണ്ണൻ, സ്ഥലം പട്ടാമ്പി, കേളി നടനം. ചേട്ടാ താടി ചേട്ടനുള്ളതാണ്? അത് ഒറിജിനൽ താടിയാണ്. ഒന്ന് പിടിച്ചു നോക്കട്ടെ. ഇത് ഒറിജിനൽ താടിയാണ്. അല്ല, ഇത് ഈ വേഷത്തിന് വേണ്ടിയിട്ട് ശരിക്കും താടി വേണോ? അതെ, വേണം. ഈ വേഷത്തിന് താടി വേണം. അപ്പൊ അതുകൊണ്ട് നമുക്ക് വടിക്കണ്ട. ചേട്ടാ ഏറ്റവും ഇഷ്ടമുള്ള വേഷം ഏതാ കെട്ടാന്? നമുക്ക് ഇത് കരിയെന്നാണ്. പിന്നെ നമ്മള് കരിങ്കാളി എല്ലാ വേഷം നമ്മൾ ചെയ്യും. നമ്മൾ രൗദ്രഭാവത്തിൽ വീണ്ടും പ്രണയഭാവത്തിലേക്ക് പോകുന്നു. പേരെന്താ? എൻ്റെ പേര് ഹരീഷ്. ഹരീഷ്. സുബ്രഹ്മണ്യൻ. നിങ്ങൾ എത്ര കാലം ഇവിടെ വരാൻ തുടങ്ങി? ഞങ്ങളിപ്പോൾ 5 വർഷമായി. 5 വർഷം. ഇതേ വേഷം തന്നെയാണോ? ഈ പ്രണയഭാവത്തിൽ തന്നെയാണോ? ഞാൻ സ്ഥിരം ഈ വേഷം തന്നെ കെട്ടാറ്. ഈ വേഷം തന്നെ സ്ഥിരം കെട്ടാറ്. അതെ. ഞങ്ങൾ കുറച്ച് മുന്നേ നോക്കിയായിരുന്നു. അവിടെ നിന്ന് കാണുമ്പോൾ നിങ്ങൾ നല്ല ഭയങ്കര രസമായിട്ട് നിങ്ങളിങ്ങനെ പ്രണയഭാവത്തിൽ നിൽക്കുന്ന ആ ഭാവമൊക്കെ മുഖത്ത് വിരിയുന്ന കാണാൻ നല്ല രസമുണ്ട്. ഇനി അങ്ങ് ഇറങ്ങുകയാണല്ലേ? ഇറങ്ങാണ്. ഒരു കഴിഞ്ഞ 5 വർഷമായിട്ട് വരുന്നുണ്ടല്ലേ പറഞ്ഞു. അപ്പോൾ ആ ഒരു 5 വർഷത്തിൽ മാറ്റങ്ങൾ എന്താ? മാറ്റങ്ങൾ പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ആൾക്കാരിനെ, നമ്മുടെ ഇവിടെ വന്ന ആൾക്കാരിനെയൊക്കെ കാണാൻ, വന്ന് സെൽഫി എടുക്കാനും നമ്മുടെ അടുത്ത് വന്ന് നമ്മളെ കൊണ്ട് സംസാരിക്കാനൊക്കെ അതൊരു ഭയങ്കര സന്തോഷം തന്നെയാണ്. സന്തോഷം. ഇത്തവണ തിരക്ക് കൂടുതലുണ്ടോ? കൂടുതലാണ്. പിന്നെ മഴ മാറും. അത് ഈ വേഷം ഇപ്പോൾ നേരത്തെ അശ്വതി. അതെ, എനിക്കൊന്ന് കാണണമെന്നുണ്ട്. നേരത്തെ ആദ്യത്തെ കാണിക്കാവോ? നിങ്ങളുടെ റൊമാൻസ് ഒന്ന് കാണിക്കാവോ? ഹായ് ഹായ് ഹായ്. എന്താ സന്തോഷം, ചിരിയും നോക്കിയാ. അടിപൊളി, ഗംഭീരം ഗംഭീരം ഗംഭീരം. സ്റ്റെപ്സ് ഉണ്ടോ നമുക്ക്? എന്തെങ്കിലും ചെറിയ സ്റ്റെപ്സ് എന്തെങ്കിലും ഉണ്ടോ? ഇങ്ങനെ അങ്ങനെ നമ്മള് ഒരു മയത്തിലുള്ള ആട്ടമാണല്ലേ. എത്ര വർഷമായി? ഞാൻ ഇവിടെ 10 വർഷം. ഇവിടെ 5 വർഷമായി. 10 വർഷം മൊത്തം. 10 വർഷം. അതിന്റെ ഒരു എക്സ്പീരിയൻസിന്റെ ഒരു ഭാവമുണ്ട് മുഖത്ത്.